ജനനായകൻ കേസിൽ സുപ്രീം കോടതിയിൽ സെൻസർ ബോർഡിന്റെ കേവിയറ്റ് ഹർജി കേസിൽ തീരുമാനമെടുക്കുന്നതിന് മുൻപ് തങ്ങളുടെ ഭാഗം കേൾക്കണമെന്നാണ് ഈ ഹർജിയിലെ ആവശ്യം. KVN പ്രൊഡക്ഷൻസ് സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് ബോർഡിന്റെ ഹർജി. KB ശ്രീധരൻ എപ്പോഴായിരിക്കും ഈ കേവിയറ്റ് ഹർജി പരിഗണിക്കപ്പെടുക? ഏത് തരത്തിലാണ് ഇപ്പോഴത്തെ ഈ നിയമ നീക്കങ്ങൾ നടക്കുന്നത്? ഒരു മുന്നറിയിപ്പ് എന്ന നിലയിലാണ് സെൻസർ ബോർഡ് ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അതായത് ഈ നിർമ്മാതാക്കൾ ഈ ജനനായകൻ സെൻസർ ബോർഡ് വിഷയത്തിൽ സർട്ടിഫിക്കറ്റിന് വേണ്ടി അല്ലെങ്കിൽ ഈ നിയമ പോരാട്ടത്തിന്റെ ഭാഗമായി സുപ്രീം കോടതി എത്തിയാൽ തങ്ങളുടെ ഭാഗം കൂടി കേട്ട ശേഷം മാത്രമേ ഇതിലൊരു തീർപ്പ് കൽപ്പിക്കാവൂ എന്നുള്ള ഒരു ആവശ്യമാണ് ഇവർ ഹർജിയിൽ വെച്ചിരിക്കുന്നത്. ഏതായാലും ജനനായകൻ സിനിമയെ സംബന്ധിച്ച് ഹൈക്കോടതിയിൽ നിന്ന് വലിയ തിരിച്ചടികൾ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അത് ഡിവിഷൻ ബെഞ്ച് സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് സ്റ്റേ തള്ളുകയൊക്കെ ചെയ്തിരുന്നു. ഏതായാലും ആ സിംഗിൾ ബെഞ്ച് വീണ്ടും കേസ് പരിഗണിക്കണമെന്ന ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് നിലനിൽക്കെയാണ് ഇപ്പോൾ മറ്റൊരു നീക്കം കൂടി സെൻസർ ബോർഡിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. ഏതായാലും ജനനായകന്റെ റിലീസ് വളരെ വേഗമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നിയമപോരാട്ടം ഇങ്ങനെ അനന്തമായി നീളുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി എന്ന് സിനിമ റിലീസാകും എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ലാതിരിക്കെയാണ് വീണ്ടും മറ്റൊരു നീക്കവുമായി സെൻസർ ബോർഡ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്.